ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാ കൊല്ലം ബർത്ത്ഡേയും ദുബൈയിലുണ്ടാകുമ്പോൾ കഴിക്കൽ. അപ്പം ഇങ്ങനെ നമ്മൾ ഒന്നിച്ചായിട്ട് ഒരു മെമ്മറീസ് ഉണ്ടായിട്ട് അപ്പം നല്ല ആശയുണ്ടായിനി. ഈ വരുന്ന ബർത്ത്ഡേക്കും കുറച്ച് വെളിങ്ങനെ ആക്കിയിട്ട് എനിക്ക് നല്ല സർപ്രൈസ് ആണെന്ന്. അങ്ങനെ ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ ഓൻ്റെ നാട്ടിനെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ നല്ലോണം അറിയില്ല. അങ്ങനെ ഇൻസ്റ്റയെല്ലാം നോക്കിയിട്ട് നല്ലൊരു ആംബിയൻസുള്ളൊരു കഫേ സെറ്റാക്കി അങ്ങനെ ഓരോ വിളിച്ചിട്ട് ഞങ്ങൾ പാർട്ടി ഹാളെല്ലാം ബുക്കാക്കി. എടുത്ത് പറയേണ്ട കസിൻസിന് ഓരോ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും പണിയുടെ തിരക്കിലാണെങ്കിലും വിളിച്ചിട്ട് എല്ലാം ഒപ്പിക്കാനല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ റാഷി നല്ല സർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ റാഷി വിചാരിച്ച ഒരു കേക്ക് മേങ്ങിയിട്ട് ചെറുങ്ങനെ പെരേന്ന് മുറുക്കിന്ന് ഓനെ പെരേന്ന് പുറത്ത് കൊണ്ടുപോകാൻ കുറേ കഷ്ടമുണ്ടായി. ഫുഡ് കഴിക്കാമെന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ കസിൻസ് എല്ലാം പ്ലാൻ ആക്കിയിട്ട് കൊണ്ടുപോയത്. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇസ നല്ല ഉറക്കിലുണ്ടായതുകൊണ്ട് തന്നെ ഓളം മൂട് ശരിയുണ്ടായിട്ട് കേക്ക് കൊടുത്തിട്ട് ഓള് വാങ്ങുന്നൊന്നും ഉണ്ടായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കെല്ലാം മുറിച്ച് പിന്നെ ഇത് പാർട്ടി ഹാൾ ബുക്കാക്കിയോണ്ട് തന്നെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായി. ഇനി ലാഭം ആക്കിയിട്ടുണ്ടായി. പിന്നെ കസിൻസ് എല്ലാം ഞാൻ ഫോൺ എടുക്കുമ്പോൾ പായുന്നുണ്ട്. അവർക്ക് പേടി ഞാൻ യൂട്യൂബിൽ ഇടുന്ന പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡിനുള്ള വെയിറ്റിംഗ് ആയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫുഡും അതെ നല്ല ടേസ്റ്റ് ഉണ്ടായി. പൊറോട്ടയും ചിക്കൻ ചില്ലിയും പറഞ്ഞിട്ടുണ്ടായ നല്ല ഫുഡാണ് എടുത്തത്. അങ്ങനെ പിന്നെ വിചാരിച്ച് ഫുഡെല്ലാം കഴിച്ച് പോവാം. 1 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഉറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ആടെ നിന്നിട്ട് അമ്മനോട് ഇതാച്ച് ചോദിക്കുന്നത് ഇതെല്ലാം നീ സെറ്റാക്കിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.